കഴിഞ്ഞ 21 വർഷമായി കുട്ടനാട്ടിൽ വിജയകരമായി കരകൃഷി നടത്തുന്ന 3 കർഷകരെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമിട്ട് ഇവർ ഇത്തവണ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ കരകൃഷി വലിയ നഷ്ടമാണെന്ന് പറഞ്ഞ് പിന്മാറുന്നവർക്ക് ഈ കർഷകരെ മാതൃകയാക്കാവുന്നതാണ്. ചമ്പക്കുളം അമിച്ചകരി സ്വദേശികളും സഹോദരങ്ങളുമായ സതീശനും സത്യനും ഇവരുടെ സുഹൃത്ത് ജോസുകുട്ടിക്കും കൃഷിവറും വരുമാനമാർഗം മാത്രമല്ല, കാലങ്ങളായി അതവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ നെൽകൃഷിക്കൊപ്പം കരകൃഷിയിലും വിജയഗാഥ രചിച്ചവരാണ് മൂവരും. കഴിഞ്ഞ 21 വർഷമായി മൂവരും കരകൃഷി ചെയ്യുകയാണ്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 12, 13 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ഞൂറ്റും പാടശേഖരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ഇവരുടെ പച്ചക്കറി കൃഷി. പ്രധാനമായും പയറും പടവലവുമാണ് കൃഷിയെങ്കിലും വെണ്ട, കുക്കുംബർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യാറുണ്ട്. അധ്വാനമാണ് ഏറ്റവും പ്രധാനമെന്നും ശ്രദ്ധയോടെ ചെയ്താൽ വിജയം സുനിശ്ചിതമാണെന്നും ഈ കർഷകർ പറയുന്നു. നമ്മുടെ അധ്വാനമാണ് ഏറ്റവും വലിയൊരു ഇത്. നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമാണ് ഇത് കാണുന്നതെല്ലാം. ആദ്യം മുതൽ നമ്മൾ തടവൊരുക്കി ചാണകം ജൈവവളം എല്ലാം ഇട്ടാണ് നമ്മൾ കുരു നടുന്നത്. കുരു നട്ട് പിന്നെ നമ്മള് അതിനുള്ള പരിപാടികളാണ്. പിന്നെ അടുത്ത തൈയെല്ലാം കിളിപ്പിച്ച് വെച്ച് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കയറാനൊക്കത്തില്ല. അത് കണക്കുള്ള 24 മണിക്കൂറും നമ്മുടെ രാജ്യത്തെ സന്ധ്യ വരെ നമ്മൾ ഇതിനകത്തെ പണിയാ. അതിന്റെ ഭാഗങ്ങളായി കാണുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് ഇവരുടെ പച്ചക്കറി കൃഷി. അടിവളമായി വേപ്പും പിണ്ണാക്ക്, ചാണകം എന്നിവയും ഉപയോഗിക്കും. വിത്തുകളും പുറത്തുനിന്ന് വാങ്ങാറില്ല. കൃഷിപ്പണികളും വിളവെടുപ്പുമെല്ലാം മൂവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുക. ആദ്യം പൂരാടമെല്ലാം ഒരുക്കും, പുല്ലെല്ലാം ചെത്തി തടവെടുത്ത് ചാണകമൊക്കെ ഇട്ട് കൊത്തികളൊക്കെ ചാണകമൊക്കെ ഇട്ട് കൊത്തികളൊക്കെ ജൈവവളം ഇട്ട് കൊത്തികളൊക്കെയാണ് തൈ പാകുന്നത്. തൈ കിളിപ്പിച്ച് തൈ എടുത്ത് വെക്കുക. വിത്തിട്ട് 45 ദിവസമാകുമ്പോൾ പയർച്ചെടികൾ പൂവിടും. പൂക്കൾ വിരിഞ്ഞ് 12-ാം ദിവസം വിളവെടുത്തു തുടങ്ങാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 150 മുതൽ 200 കിലോഗ്രാം പയർ ലഭിക്കും. മുൻപ് ചങ്ങനാശ്ശേരി, ആലപ്പുഴ പട്ടണങ്ങളിലെ മാർക്കറ്റുകളിലായിരുന്നു ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത്. ഇപ്പോൾ സമീപത്തു തന്നെയുള്ള കർഷക സംഘം വഴിയാണ് വിൽപ്പന. വെള്ളപ്പൊക്കമടക്കമുള്ള നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ വിളയിച്ച പച്ചക്കറികൾ ഓണത്തിനായി മലയാളിയുടെ തീൻമേശയിലേക്ക് എത്തുകയാണ്. കുട്ടനാട്ടിൽ കരകൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് പിന്മാറുന്നവർക്ക് ഈ 3 കർഷകരെയും മാതൃകയാക്കാവുന്നതാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.